ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജി കുറച്ച് ഹെവിയാണ്. ഇവർ ഇനി സ്റ്റക്കായിട്ട് ഇരിക്കത്തില്ല. വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിച്ചവരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇനി സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കത്തില്ല. ഇവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജം തോന്നും, എനിക്ക് ഇങ്ങനെ ഇരുന്ന പറ്റത്തില്ല, എനിക്ക് എൻ്റെ പേഴ്സിന് വേണ്ടി ആക്ഷൻ എടുക്കണം. കാരണം ചൊവ്വയുടെ ആ ഒരു വർഷം തുടങ്ങിയിരിക്കുകയാണ്. ചൊവ്വ ഗ്രഹം എന്ന് പറയുന്നത് ഇമാജിനേഷനിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി എണീക്കൂ, എന്തെങ്കിലും ചെയ്യൂ, നിങ്ങളുടെ ായിട്ടുള്ള കഴിവ് നിങ്ങൾ തെളിയിക്കൂ, അങ്ങനെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ചൊവ്വ ഇവിടെ ആ ഒരു വർഷമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനൊരു തോട്ട്സ് തോന്നും, ചുമ്മാ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണം, എൻ്റേതായിട്ട് എന്തെങ്കിലും ഒരു കഴിവ് ഞാനും കാണിക്കണം, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് മനസ്സിൽ വരും. അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട്സ് വരികയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് വഴക്കിടുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ വേണ്ടി. കാരണം ഇവരുടെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം ഇവർക്ക് മുന്നേ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഇവർ എടുത്തില്ല. സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെ ഇരുന്നു ഇത്രയും നാൾ. ചില ആൾക്കാർ വർഷങ്ങളായിട്ട് സ്റ്റക്ക് സിറ്റുവേഷനിൽ, ചില ആൾക്കാരുടെ പേഴ്സൺ മാസങ്ങളായിട്ട് സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. കാരണം എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയം ആയിട്ടുണ്ട് എന്നിപ്പോൾ ഇവർക്ക് തോന്നി. ഇവിടെ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വഴക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണോ, നെഗറ്റീവ് ആൾക്കാരാണോ, അതെല്ലാം അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കരിയറാണ് ഇവരുടെ തേർഡ് പാർട്ടി എങ്കിൽ കരിയറിൽ ഇവർക്ക് ലോസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മൂവ് ഓൺ ചെയ്യാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള എനർജിയിലാണ് ഇവരുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നേരെ വരുവാനുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. ലവ് ലൈഫിൽ ഒരു പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ഉണ്ടാകാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് സംസാരമൊന്നും ഉണ്ടാവത്തില്ല, എന്നാലും ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നതായിട്ട് നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആവശ്യമില്ല നിങ്ങൾ ഇവരോട് വഴക്കിടാനൊന്നും പോകരുത്. ഈ സമയം വളരെ സ്നേഹത്തിൽ ഇവരോട് സംസാരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ, നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ആണ് എങ്കിൽ, മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങൾ മുന്നേ ഇവരോട് സംസാരിച്ചത്, നിങ്ങൾ തമ്മിൽ എങ്ങനെ നല്ല സ്നേഹത്തിലിരുന്നു, അതെല്ലാം ഇവർ റീകോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ കൺഫ്യൂഷനിൽ നിന്ന് ഇവർ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇവർക്കൊരു സക്സസ് ലഭിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സക്സസ്സിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെ കെയർ ആണോ ഇവർ ചെയ്യുന്നത് അവർക്ക് നേരെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ കെയർ ആണോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇവിടെ രണ്ടിൽ ഒരു സിറ്റുവേഷൻ എന്താകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ ഭാരത്തിൽ നിന്നും മുക്തരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എന്ത് ഭാരമാണോ ഇവർ ഇത്രയും നാൾ സഹിച്ചുകൊണ്ടിരുന്നത്, ആ ഭാരത്തിൽ നിന്ന് മുക്തരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇമോഷണൽ ലെവലിൽ ആ വ്യക്തിയുമായിട്ട്, അതായത് ഏത് വ്യക്തിയാണോ ഇവർ സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് ഇമോഷണൽ ലെവലിൽ കണക്റ്റ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരാണോ ആ വ്യക്തിക്ക് മെസ്സേജ് റിസീവ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരെ വിട്ടാണോ ഇവർ പോയത് അവരുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ കുറിച്ച് പോഴ്ത്തി പറയും, പിന്നെ ഇവരുടെ ഫാമിലിയിൽ എന്ത് പ്രശ്നമാണ് ഇവർ നേരിടുന്നതെന്ന് പറയും, പിന്നെ ഇവർ എടുക്കാൻ പോകുന്ന ഡിസിഷനെ കുറിച്ച് നിങ്ങളോട് പറയും. ഇതൊക്കെയാണ് മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻസ് ബാലൻസിലാക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവരുടെ ഹെൽത്ത് മോശമാണ് എന്നും ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കോണ്ട സിറ്റുവേഷനും കോണ്ട സിറ്റുവേഷനും. ഇവിടെ നോക്കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതുവരെയും നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് വന്നിരിക്കുന്നത്. 6 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 6 ദിവസത്തിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോക്കേണ്ട സിറ്റുവേഷൻ മാറി കോണ്ട സിറ്റുവേഷനിലേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശിവശക്തിയുടെ ആ ഒരു എനർജി പറയുന്നത് ഡിവൈൻ യൂണിയൻ ഉണ്ടാവുമെന്നാണ്. അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ തമ്മിൽ ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഡിവൈൻ തന്നെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതായിട്ട്. ഇവിടെ മിക്ക ആൾക്കാരുടെയും പേഴ്സൻ്റെ സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് കാണുകയാണ്. അങ്ങനെ ബ്ലോക്കേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് തോന്നും, നിങ്ങളുടെ പേഴ്സണെ കാണണം, നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കണമെന്ന്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇതും ഉണ്ടാവത്തില്ല.
കൂടാതെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവത്തില്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. അതായത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അതൊക്കെയാണ് ഈ ഒരു ചക്ര ബ്ലോക്കേജസ് ആയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അപ്പോൾ വിചാരിക്കുക നിങ്ങൾ ഈ ഒരു സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ലൈഫിൽ ശുക്രൻ ഇല്ല, അതായത് ലക്ഷറി ലൈഫ് ഇല്ല, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ജീവിക്കുന്ന, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഈ ഒരു ചക്രാസാണ് ബ്ലോക്കേജസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് എനർജിയോ ഒരു സ്നേഹമോ ഒന്നും ഉണ്ടാവാത്തത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ബ്ലോക്കേജസ് ഉള്ളത്, അവർ ഈ ഒരു ബ്ലോക്കേജസ് ഹീൽ ചെയ്യാനുള്ള മെഡിറ്റേഷൻ ചെയ്യുക. ഇനി ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ആയാൽ വിഷൻ ക്ലിയർ ആയിട്ട് ഉണ്ടാവത്തില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ഇവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യും, മൈഗ്രെയിൻ്റെ ആ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ആയാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾ നേരിടും. കൂടാതെ മൂഡ് സ്വിങ്ങും ഉണ്ടാവും. നിങ്ങൾക്ക് രാവിലെ നല്ല മൂഡായിരുന്നു കാണും, വൈകിട്ടാകുമ്പോൾ മൂഡ് മോശവും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. ഇനി ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണോ അയക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് എത്തത്തില്ല. കാരണം നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉള്ളത് കാരണം നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 6 മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകുമെന്നാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ മിക്കവാറും ആൾക്കാരുടെയും സോളാർ പ്ലെക്സിസ് ചക്രയാണ് ബ്ലോക്കേജസ് കാണുന്നത്. അത് കാരണം നിങ്ങൾ യൂണിയനിലായിട്ട് പോലും നിങ്ങൾക്കത് മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല, കമ്മിറ്റ്മെൻറ്റിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ആക്ഷനിൽ കാർമിക് ട്രിഗർ നിങ്ങളുടെ പേഴ്സൺ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾക്കാണ് ട്രിഗർ ലഭിക്കുന്നത് എങ്കിൽ പോസിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കാണ് ട്രിഗർ തരുന്നത് എങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കർമ്മ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ട്രിഗർ തന്നത് എന്ന് വിചാരിക്കുക. ഇവിടെ സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ പിതൃദോഷം ഉണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം ഒരിക്കലും നിൽക്കത്തില്ല, പെട്ടെന്ന് ഇല്ലാതായി പോകും. അത് ഇനി ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സായി, അടുത്ത കല്യാണം കഴിച്ച് അതും ഡിവോഴ്സായി, അങ്ങനെ അത് പൊട്ടിക്കൊണ്ടേയിരിക്കും, ബന്ധം നിലനിൽക്കത്തില്ല. പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ, ഇപ്പോൾ അൾസർ, ഡൈജഷൻ പ്രോബ്ലം, അതെല്ലാം സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്കേജസിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ്. ഇവിടെ കോണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് വരാൻ പോകുന്ന 27 മണിക്കൂർ നല്ലതായിട്ടാണ് പോകുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരം നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, സ്നേഹമുണ്ടാകും. പക്ഷേ ഇനി എന്തെങ്കിലും കാർമിക് ആയിട്ടുള്ള ബന്ധം നിങ്ങൾക്കും ഇവർക്കും ഇടയിലുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രിഗർ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന 27 മണിക്കൂറിനുള്ളിൽ. അല്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല, നല്ലതായിട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമസ്കാരം.